കോട്ടയം കൈപ്പുഴമുട്ടിൽ കാർ തോട്ടിൽ വീണുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ ഒരാൾ മലയാളി. മരിച്ച ജെയിംസ് ജോർജ് കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശിയാണ്. ജെയിംസിനൊപ്പമുണ്ടായിരുന്ന ശൈലി രാജേന്ദ്ര സർജ താനെ സ്വദേശിയാണെന്നും ഓഫീസ് ആവശ്യങ്ങൾക്കായാണ് ഇരുവരും നാട്ടിലെത്തിയതെന്നും പോലീസ് അറിയിച്ചു. PR പ്രവീണ നൽകും വിശദാംശങ്ങൾ. പ്രവീണ, ഇന്നലെ രാത്രിയുണ്ടായ അപകടമാണ്. ഈ മരിച്ചവരിൽ ഒരാൾ മലയാളിയാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശിയാണ് മരിച്ച ജെയിംസ് ജോർജ്. അദ്ദേഹം ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തിയ ഇവർ റെന്റേ കാർ എടുത്താണ്, എറണാകുളത്ത് നിന്നും റെന്റേ കാർ എടുത്താണ് കോട്ടയം ഭാഗത്തേക്ക് വന്നത്. ഓഫീസ് ആവശ്യങ്ങൾക്കായി എത്തിയ ശേഷം താമസ സ്ഥലം അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഈ അപകടമുണ്ടായത്. ഇടത്തേക്ക് കയറി പാലം കയറുന്നതിന് പകരം നേരെ പോയ വാഹനം പിന്നീട് തോട്ടിൽ പതിക്കുകയായിരുന്നു. വലിയ ആഴമുള്ള തോടായിരുന്നു. രാത്രി 8:45 സംഭവം നടക്കുന്നത്. അതിനുശേഷം 3/4 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഈ വാഹനം കരയ്ക്ക് കയറ്റിയത്. കരയ്ക്കെടുക്കുമ്പോൾ തന്നെ ഇരുവരും അബോധാവസ്ഥയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ ജെയിംസ് ജോർജിന്റെ ബന്ധുക്കൾ രാവിലെയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം വിട്ടുകൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രവീണ, നേരത്തെ ഈ അപകടത്തിൽ 2-ലധികം ആളുകൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ഇവർ 2 മാത്രമാണോ വണ്ടിയിൽ സഞ്ചരിച്ചിരുന്നത്? ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഇന്നലെ രാത്രി തന്നെ അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നതാണ്. 2 പേർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ. മൂന്നാമതൊരാളില്ല എന്നുള്ളത് ഇന്നലെ തന്നെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും അടക്കം സ്ഥിരീകരിച്ചിരുന്നു. അതിൽ വേറെ വ്യക്തത കുറവുണ്ടായിരുന്നില്ല. കാരണം വാഹനം വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത് 4 ഡോറുകളും ലോക്ക്ഡ് ആയിരുന്നു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം ഒന്നും നടന്നതായോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ മുങ്ങിയ ശേഷം പുറത്ത് ആരെങ്കിലും ഇറങ്ങിയതായോ കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല കരയ്ക്കെടുത്ത വാഹനത്തിൽ നിന്നും പുറകിലത്തെ ഗ്ലാസ് ചില്ല് പൊട്ടിച്ചാണ് ഈ 2 പേരെയും പുറത്തെടുത്തത്. അപ്പോൾ മറ്റാരെങ്കിലും അതിൽ ഉണ്ടായിരുന്നതായി സ്ഥിരീകരണമില്ല. എന്തായാലും 2 പേർ മാത്രം. ശരി.